അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ പൊന്നുമക്കൾ നമ്മുടെ വീട്ടിൽ വന്ന് അവർക്ക് ഹോം വർക്കൊക്കെ ഉണ്ടാകും. സ്കൂളിൽ ടീച്ചർ പഠിക്കാൻ വേണ്ടി വീട്ടുപഠന പാഠങ്ങൾ എഴുതാനൊക്കെ കൊടുത്തിട്ടുണ്ടാകാം. ആ പൊന്നുമക്കൾ വന്ന് അത് പഠിക്കാനും എഴുതാനും വേണ്ടി ഇരിക്കുന്ന മക്കളായിരിക്കാം. ആ സമയത്ത് ക്ഷീണം കൊണ്ട് ചെറിയ മക്കളല്ലേ, അവരവിടെ നിന്ന് ഉറങ്ങിപ്പോകും. ആ സമയത്ത് നമ്മുടെ മക്കളുടെ ശ്രദ്ധ നമ്മുടെ രക്ഷിതാക്കൾക്ക് വേണം. ഈ പൊന്നുമോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുന്ന് പെട്ടെന്ന് മയങ്ങിപ്പോയി തൻ്റെ കയ്യിലിരുന്ന പേന തൻ്റെ തലയിൽ കുത്തി പെട്ടെന്ന് അവിടുന്ന് വീണതാണ്. അത് തലയിൽ കുത്തി മരണപ്പെട്ടു പോയി. നമ്മുടെ മക്കൾ ക്ഷീണം കൊണ്ട് അവിടുന്ന് ഉറങ്ങിപ്പോയാൽ അവരുടെ കയ്യിലിരിക്കുന്ന പേനയോ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നാം എടുക്കണം. കാരണം ആ പൊന്നുമക്കൾ അശ്രദ്ധ കൊണ്ട് അവിടുന്ന് വീണുകയോ എന്തെങ്കിലും ചെയ്താൽ പിന്നെ വലിയ അപകടത്തിനാണ്. ജീവിതത്തിൽ അതൊരു വഴികാട്ടിയാകേണ്ട പെണ്ണ് മരണത്തിൽ അത് അവസാനിപ്പിച്ചു. അള്ളാഹു ആ കുടുംബത്തിൻ്റെ സ്വപ്നവും പ്രതീക്ഷയും ഏത് മതത്തിൽപ്പെട്ടവരാകട്ടെ ആരാകട്ടെ നമ്മുടെ പ്രിയപ്പെട്ട മോളാണ്. ആ പൊന്നുമോളുടെ എത്ര പ്രതീക്ഷയിലാണ് സ്കൂളിൽ കൊണ്ടുപോയി, എത്ര സ്വപ്നങ്ങളാണ് ആ മാതാപിതാക്കൾ കണ്ടത്. ആ പൊന്നുമോൾ ആ പേന പിടിക്കുമ്പോൾ രക്ഷിതാക്കൾക്കുണ്ടായൊരു സന്തോഷമുണ്ട്. അതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് അവസാനിച്ചു. വീട്ടിൽ നമ്മുടെ മക്കൾ രാത്രിക്ക് ഉറങ്ങുന്ന സമയത്ത് എഴുതുന്ന സമയത്ത് ക്ഷീണം കൊണ്ട് അവിടെ ഉറങ്ങിപ്പോകും. കയ്യിൽ പേന ഉണ്ടാകാം. അതൊക്കെ നാം സൂക്ഷിച്ചു വെക്കണം. പൊന്നുമക്കൾ രാത്രി തന്നെ അതിവേഗം ഉറക്കുക. ഈ പൊന്നുമക്കൾക്ക് ക്ഷീണമൊക്കെ ഉണ്ടാകുന്നറിയാം. രാത്രി വൈകി ഉറങ്ങും. കുറേ വൈകിട്ടാണ് ഉറങ്ങുക. വൈകിട്ട് ഉറങ്ങി അതിരാവിലെ വിളിക്കാൻ തുടങ്ങും. അപ്പോൾ മാതാപിതാക്കളുടെ അപ്പം തന്നെ മക്കൾക്ക് ദേഷ്യം തുടങ്ങി. പിന്നെ മാതാവിനും കുട്ടികൾക്കിടയിൽ പിണക്കമായി. അന്നത്തെ ദിവസം തന്നെ വടക്കായി. പിന്നെ ആ പൊന്നുമക്കൾക്ക് വേണ്ടി ഭക്ഷണം അതും ഉണ്ടാക്കുന്ന സമയത്ത് പോകുന്ന ബസ് ഇവരെ വിട്ടുപോയി. പിന്നെ സ്കൂളിൽ പോകുമ്പോൾ അവിടെ ടീച്ചറിൻ്റെ ഭാഗത്തുനിന്ന് വഴക്ക്. ഇങ്ങനെ അതുകൊണ്ട് രാത്രി കുട്ടികളെ വേഗം ഉറക്കല്ല വേണ്ടത്. രാത്രി വേഗം ഉറങ്ങണം. നമ്മുടെ കൂടെ നമ്മുടെ മക്കളും ഉറങ്ങും. അതൊക്കെ നാം ശ്രദ്ധിക്കണം. നമ്മുടെ പൊന്നുമക്കൾ ഈ ഒരു വീട്ടിൽ കൺമുമ്പിൽ വെച്ച് ഈ മരണം എങ്ങനെ സഹിക്കാൻ പറ്റും? അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ. നമ്മുടെ പ്രാർത്ഥന ഉണ്ടായിരിക്കണം.